മക്കളെ, നമ്മളൊരു 2 MCQ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സി √5 ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി. നമുക്ക് എത്രയാണ്? √5 ഒരു പോളിനോമിയലാണ്. അതിൻ്റെ ഡിഗ്രി എത്രയായിരിക്കും? നമുക്കറിയാം √5 എന്ന് പറഞ്ഞാൽ √5 x⁻⁴ എന്ന് പറയാം. കാരണം x⁻⁴ വാല്യൂ 1 ആണ്. അപ്പം √5നെ നമുക്ക് √5 x⁻⁴ എന്ന് വേണേൽ പറയാം. അപ്പം അതും ഒരു പോളിനോമിയലാണ്. നമ്മൾ ആ പോളിനോമിയലിനെ വിളിക്കുന്ന പേര് കോൺസ്റ്റന്റ് പോളിനോമിയൽ. അങ്ങനെ എക്സ് ഇല്ലാത്ത ഒരു ടേം, അതൊരു പോളിനോമിയലാണ്. നമ്മളതിനെ വിളിക്കുന്ന പേര് കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്നാണ്. അപ്പം നമുക്ക് ഇവിടെ ഡിഗ്രി 0 ആണ്. അപ്പോൾ √5 ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 0. അതായത് നമ്മുടെ ആൻസർ ഈസ് സി. ഇനി ഒരെണ്ണം കൂടി ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നമ്മോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് ഈസ് എ പോളിനോമിയൽ ഇൻ വേരിയബിൾ എക്സ്. നമ്മൾ നേരത്തെ ഇതുപോലുള്ള കണക്കുകൾ കണ്ടതാണ്. പോളിനോമിയൽ ആകണമെങ്കിൽ നമുക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എക്സിൻ്റെ പവർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വരണം. അതായത് x⁻1 x⁻2 ഇങ്ങനെയൊക്കെ വരണം. x⁻⁻1 അല്ലെ x⁻⁻1/2 ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പോളിനോമിയൽ അല്ല. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. നേരത്തെ ഉള്ള സാറിൻ്റെ വീഡിയോസിൽ സാറ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ പറയുന്ന 4 എണ്ണവും മക്കൾ ചെക്ക് ചെയ്ത് നോക്കി. ഈ x² മുകളിലേക്ക് വരുമ്പം x⁻⁻2 പവർ മൈനസായി. അപ്പം ഇതൊരു പോളിനോമിയൽ അല്ല. ഇത് റൂട്ട് വരും. റൂട്ട് എന്ന് പറയുമ്പം x⁻1/2 പവർ ഫ്രാക്ഷനായിട്ട് വന്നാൽ പോളിനോമിയൽ അല്ല. അപ്പം പിന്നെ ഇതാകാൻ സാധ്യതയുണ്ടോ? മക്കളൊന്ന് പറഞ്ഞേ, ഇതാകാൻ സാധ്യതയുണ്ടോ? പോളിനോമിയലിൻ്റെ റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ 3 × x⁻³ ഇവിടെ കറക്റ്റാണ്, പവർ 2 ആണ്. ഇനി ഇതിൻ്റെ പവർ പോസിറ്റീവ് ഇൻറ്റിജർ ആണോ? x⁻³ 3/2 3 × x⁻³ ഡിവൈഡഡ് ബൈ ഈ √x എന്ന് പറഞ്ഞാൽ എന്താ? √x എന്ന് പറഞ്ഞാൽ x⁻1/2 എന്നാണ്. അത് x⁻1/2. നമ്മൾ ഇതിനെ മുകളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 3 × x⁻³ × x⁻⁻1/2 എന്ന് വരും. ഇതേ കണ്ടോ? അപ്പം നമുക്ക് 3 × x⁻³ 3/2 - 1/2 എന്ന് വരും. 3/2 - 1/2 എന്ന് പറഞ്ഞാൽ 3 - 1/2 ഈസ് ഈക്വൽ ടു 2/2 ഈസ് ഈക്വൽ ടു 1. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് 3x⁻1 എന്നാണ് ഇതിൻ്റെ മീനിങ്. നമ്മൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പൊന്നുമില്ല. നമുക്ക് ഒരു സ്റ്റെപ്പും ഇല്ല. നമുക്കിത് കാണുമ്പം തന്നെ അറിയാം. നമ്മൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ കാണും. x⁻³ എന്ന് കാണുമ്പം തന്നെ x⁻³ എന്ന് നമ്മൾ കാണുമ്പം തന്നെ x⁻1 + 1/2 അല്ലേ? 1 + 1/2 ആണ് 3/2. അപ്പം അതിനെ x⁻1 × x⁻1/2 അല്ലേ? ഡിനോമിനേറ്ററിൽ x⁻1/2 ഉണ്ടെങ്കിൽ അതും ഇതും കൂടി കട്ടായി പോകും. അല്ലെങ്കിൽ തന്നെ നമ്മൾ മാസിൽ സ്പീഡായി കഴിഞ്ഞാൽ x⁻³ ഡിവൈഡഡ് ബൈ x⁻1/2 എന്ന് കാണുമ്പോൾ തന്നെ 3/2 - 1/2 അല്ലെങ്കിൽ 1.5 - 1/2 1 കിട്ടും. അപ്പം നമുക്ക് ഇത് 3x⁻1. ആക്ച്വലി നമുക്ക് ഈ സംഭവം x² + 3x ആണ്. ഈ 3x ആണ് ഈ കിടക്കുന്നത്. അതിങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് പറയാൻ സാധിക്കും ദിസ് ഈസ് എ പോളിനോമിയൽ ഇൻ വേരിയബിൾ എക്സ്. ദെയർഫോർ അവർ ആൻസർ ഈസ് സി. അപ്പോൾ സാറിൻ്റെ വീഡിയോ മക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് മുന്നോട്ട് ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലംസ് സാറ് സെലക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം
വളരെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്ന പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. എല്ലാ പ്രോബ്ലം ഇങ്ങോട്ട് വലിച്ചു വാരി എടുത്തിട്ട് മക്കളെ ബോറടിപ്പിക്കുകയല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്റ്റീവായിട്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാണ് കണക്ക് പഠിക്കേണ്ടത്. നമ്മൾ ഒരുപാട് കണക്കുകൾ ചെയ്ത് കൺഫ്യൂസ് ആയി കഴിഞ്ഞാൽ കണക്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് കണക്ക് പഠിക്കണമെങ്കിൽ സാറിന് മാർക്ക് കിട്ടിയത് സാറ് കറക്റ്റ് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി. അപ്പോൾ ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് സെലക്ട് ചെയ്തിട്ട് അത് മാത്രമാണ് മക്കൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സാർ എടുക്കുന്ന വീഡിയോ അപ്പോൾ തന്നെ മക്കളിലേക്ക് വരും ലൈവായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്കൊക്കെ സാറിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം.